ഏഴിന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 7 എണ്ണമാണോ ഉള്ളത്. രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ 4 കോണുകൾ രൂപപ്പെടും. ഒരു ത്രികോണത്തിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ ആ ത്രികോണത്തിന് പറയുന്ന പേര് മട്ടത്രികോണം. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുമ്പിൽ കടന്നുപോയ നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ മാത്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. തീർച്ചയായിട്ടും ഏറ്റവും അവസാനം നടന്നുപോയ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഏത് ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നടന്നുപോയ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ ആദ്യ പാർട്ടായിട്ട് പരിചയപ്പെടുത്തുന്നു. അടുത്ത പാർട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ, മൊത്തം 10 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആദ്യ പാർട്ട് നമ്മൾ പകുതി ചോദ്യങ്ങളും അടുത്ത പാർട്ടിലെ ബാക്കി പകുതി ചോദ്യങ്ങളും പരിചയപ്പെടുത്തും. ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ കേട്ട് മാത്രം അവസാനിപ്പിക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങളൊരു ബുക്ക് എടുക്കുക, ആ ബുക്കിനകത്തേക്ക് ആ ചോദ്യം ആദ്യം എഴുതുക. ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത് വൃത്തിയായിട്ട് നിങ്ങളത് എഴുതി അവിടെ അവസാനിപ്പിക്കുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്. സോ നമ്മൾ 2025, 2026 കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ പഠനം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആദ്യം വരേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ് നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നേരെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇവിടെ മക്കളെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 1നും 100നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അതായത് 1 എന്ന് പറയുന്ന സംഖ്യയ്ക്കും 100 എന്ന് പറയുന്ന സംഖ്യയ്ക്കും ഇടയിലെ 7ന് എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയ സംഖ്യ ഏത് എന്ന് വേണമെങ്കിലും ചോദിക്കാം. എടാ ഇപ്പൊ 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 7, 14, 21, 28, 35, 42 ഇതൊക്കെയാണ് 7ന്റെ ഗുണിതങ്ങൾ. 7ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അതിന് നമ്മൾ 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. 8ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. എന്താണ് 9ന്റെ ഗുണിതങ്ങൾ എന്ന് ചോദിച്ചാൽ 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് 9ന്റെ ഗുണിതങ്ങൾ. അത്ര ഉള്ള ഐഡിയ. അപ്പോൾ എടാ 1 മുതൽ അല്ലെങ്കിൽ 1നും 100നും ഇടയിൽ 7ന് എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. സാധാരണ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 50 വരെ, എടാ 50 വരെ 7ന് എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 7, 14, 3, 7, 21, 4, 7, 28, 5, 7, 35, 6, 7, 42, 7, 7, 49. അതായത് 50 വരെ ഉള്ള സംഖ്യകൾ പരിശോധിച്ചാൽ 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 7 എണ്ണമാണ് ഉള്ളത്. നമ്മളിങ്ങനെ എണ്ണിയാണ് എടുക്കുന്നത്. എടാ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എടാ കുഞ്ഞുങ്ങളെ 50 വരെയുള്ള സംഖ്യകൾ പരിശോധിച്ചാൽ 7ന് എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിസ്സാരമായിട്ട് എടാ 50നെ 7 കൊണ്ട് ഹരിച്ചാൽ മതി. 7, 7, 49. എടാ എത്രയാണോ ഹരണഫലം വന്നത് അതാണ് ആൻസർ. എത്രയാണോ ഹരണഫലം വന്നിരിക്കുന്നത് അതാണ് നിങ്ങളുടെ ഉത്തരം. അത്രയും ചെയ്താൽ മതിയാവും. അത്രേ ഉള്ളൂ പരിപാടി. ഇത്രയും ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 100 വരെ അല്ലെങ്കിൽ 100 വരെ
100 വരെ ഉള്ള സംഖ്യകൾ പരിശോധിച്ചാൽ 8ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ 100 വരെയുള്ള സംഖ്യകളിലെ 8 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ, 100 വരെയുള്ള സംഖ്യകൾ പരിശോധിച്ചാൽ 8ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 100നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. 1 8 8 2 0 2 8 16. കണ്ടോ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണമാണ് ഉള്ളത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനാണെങ്കിൽ 1നും 100നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ 1നും 100നും ഇടയിൽ എന്ന് പറയുമ്പോൾ 100 എന്ന് പറയുന്ന സംഖ്യ പരിഗണിക്കാൻ പാടില്ല. 99 വരെ പിടിച്ചാൽ മതി. 99 വരെ. കാരണം 1നും 100നും ഇടയിൽ എന്നാണ് പറഞ്ഞത്. ഇടയിൽ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ വിട്ടുകൊണ്ട് അതിന് തൊട്ട് മുമ്പത്തെ സംഖ്യ പിടിക്കുക. അപ്പൊ ആ സംഖ്യ വിട്ടു കഴിഞ്ഞാൽ 99 വരെയുള്ള സംഖ്യകൾ പിടിച്ചാൽ മതി. 99 വരെയുള്ള സംഖ്യകൾ പരിഗണിച്ചാൽ 7ന് എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ തുടക്കം 1 മുതലല്ലേ തുടങ്ങുന്നത്? 1നും 100നും ഇടയിൽ എന്ന് പറയുമ്പോൾ 99 വരെയുള്ള സംഖ്യകൾ പരിശോധിച്ചാൽ 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. തുടക്കത്തിൽ 7ന്റെ മൾട്ടിപ്പിൾ ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ നിസ്സാരമായിട്ട് 99നെ 7 കൊണ്ട് ഹരിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. 1 7 7 2 9 4 7 28. ഉത്തരം 14. ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ മതിയായിരുന്നു. 1നും 100നും ഇടയിൽ എന്ന് പറയുമ്പോൾ 99 വരെയുള്ള സംഖ്യകൾ പരിശോധിച്ചാൽ അതിനകത്ത് 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്നായിരുന്നു ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 99നെ 7 കൊണ്ട് ഹരിച്ചാൽ ആൻസറായി. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. 1നും 200നും ഇടയിൽ, മക്കളെ, 1നും 200നും ഇടയിലെ 8ന് എത്ര ഗുണിതങ്ങളുണ്ട് എന്നുള്ള കാര്യം ചെയ്തു നോക്കിയിട്ട് ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ടൈപ്പ് ചെയ്ത് വെക്കണം. ചോദ്യം എന്ത് വരുന്നു? 1നും 200നും ഇടയിലെ 8ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്നതായിരുന്നു എൻ്റെ ചോദ്യം. കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ആൻസർ കമന്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്യുക. തെറ്റുന്നവർക്ക് അവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. സംശയം വേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്ത് ആൻസർ അവിടെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. അപ്പൊ നമ്മൾ നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പാഠപുസ്തകം എന്ന് പറയുമ്പോൾ നമ്മുടെ 5, 6, 7 ക്ലാസ്സുകളിലെ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സമാന്തര രേഖകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ഒരു ഭാഗം നന്നായിട്ട് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ചോദ്യം കണ്ടപ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യതയാണ്. സമാന്തര രേഖകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സമാന്തര രേഖ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഇനിയുള്ള പരീക്ഷകളിൽ സ്ഥിരമായിട്ട് SCERT പാഠപുസ്തകങ്ങളുടെ സാന്നിധ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു ചോദ്യം കൂടിയായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും SCERT പാഠപുസ്തകങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് ചെയ്യണം, പഠിക്കണം. അതാണ് ഇവിടുന്ന് കിട്ടുന്ന ഒരറിവ്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പഠിക്കാറുണ്ട്. 2 ചരിഞ്ഞ വരകൾ, മക്കളെ, 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ, 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ, 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ 4 കോണുകൾ രൂപപ്പെടും. അവിടെ 4 കോണുകൾ രൂപപ്പെടും. അവിടെ 4 കോണുകൾ രൂപപ്പെടും. ആ 4 കോണുകളിലെ എതിർകോണുകൾ തുല്യമാണ്, എതിർകോണുകൾ തുല്യമാണ്, എതിർകോണുകൾ തുല്യമാണ്, എതിർകോണുകൾ തുല്യമാണ്, എതിർകോണുകൾ തുല്യമാണ്. 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ, 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ രൂപപ്പെടുന്ന 4 കോണുകളിലെ എതിർകോണുകൾ തുല്യമാണ്, എതിർകോണുകൾ തുല്യമാണ്, എതിർകോണുകൾ തുല്യമാണ്. അതായത് ഈ കോൺ 80 ഡിഗ്രി ആണെങ്കിൽ ഇതും 80 ആയിരിക്കും.
ഈ കോൺ 100 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ എതിർകോൺ ഈ കോണും 100 ഡിഗ്രി ആയിരിക്കും. രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ രൂപപ്പെടുന്ന 4 കോണുകളിലെ എതിർകോണുകൾ തുല്യമാണ്, എതിർകോണുകൾ തുല്യമാണ്, എതിർകോണുകൾ തുല്യമാണ്. വൃത്തിയായിട്ട് എഴുതി വെച്ചോ, വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതി വെച്ചോ. ഒരു മാർക്കാത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. വൃത്തിയായിട്ട് എഴുതി വെച്ചോ. രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ രൂപപ്പെടുന്ന 4 കോണുകളിലെ എതിർകോണുകൾ തുല്യമാണ്, എതിർകോണുകൾ തുല്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എടാ മക്കളെ, രണ്ട് സമാന്തര വരകൾക്ക് നടുവിലൂടെ ഒരു ചരിഞ്ഞ വര കടന്നു പോയാൽ, രണ്ട് സമാന്തര വര, രണ്ട് പാരലൽ ലൈൻസിനിടയിൽ കൂടി ഒരു ചരിഞ്ഞ വര ഇങ്ങനെ വരയ്ക്കുമ്പോൾ അവിടെ ഒരു സൈഡിലെ, ആ വരയുടെ ഒരു സൈഡിലെ 4 കോണുകൾ രൂപപ്പെടുവടാ, 4 കോണുകൾ രൂപപ്പെടുവടാ. 4 കോണ് 1 1 1 2 2 2 3 3 3 4 4 4. അതുപോലെ തന്നെ ഇപ്പുറത്ത് 4 കോണുകൾ. രണ്ട് സമാന്തര വരകൾക്കിടയിൽ കൂടി ഒരു ചരിഞ്ഞ വര താഴോട്ട് വരയ്ക്കുമ്പോൾ ആ വരയുടെ ഒരു സൈഡിൽ 4 കോണുകൾ രൂപപ്പെടും. അതേപോലെ ആ വരയുടെ അപ്പുറത്തെ സൈഡിലും 4 കോണുകൾ രൂപപ്പെടും. അവിടെ ആ ഒരു സൈഡിൽ രൂപപ്പെട്ട 4 കോണുകളിലെ ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും. മക്കളെ, ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും. അതായത് 1 എന്ന് പറയുന്ന കോണും പിന്നെ 3 എന്ന് പറയുന്ന കോണും തുല്യമായിരിക്കും. അതേപോലെ 2 എന്ന് പറയുന്ന കോണും 4 എന്ന് പറയുന്ന കോണും തുല്യമായിരിക്കും. മറന്നു പോകരുത്, മറന്നു പോകരുത്, മറന്നു പോകരുത്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഒരു പേപ്പറിനകത്ത് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇവർ പറയുന്നു, ശ്രദ്ധിച്ചു, ദാണ്ടെ താഴോട്ട് വാ. ഇവർ പറയുന്നു, എടാ മക്കളെ ദാണ്ട ഇത് 70 ഡിഗ്രി ആണെന്ന് പറയുന്നു. എടാ അത് 70 ഡിഗ്രി ആണെങ്കിൽ എടാ ഇത് 70 ഡിഗ്രി ആയിരിക്കത്തില്ലേ? ആയിരിക്കും. കാരണം കണ്ടോ, ഈ ഒരു വര വേണമെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു XY എന്ന് പറയുന്ന വര, ABCD എന്ന രണ്ട് സമാന്തര വരകളെ XY എന്ന് പറയുന്ന ഒരു ചരിഞ്ഞ വര ഇങ്ങനെ വരയ്ക്കുമ്പോൾ അവിടെ 4 കോണുകൾ രൂപപ്പെടുമ്പോൾ ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നാണ്ടേ ഇത് 70 ആണെങ്കിലല്ലേ അതിൻ്റെ ഒന്നിടവിട്ട കോണായി ഇത് 70 വരത്തുള്ളൂ. ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇത് മൊത്തം കൂടെ 180 ഡിഗ്രി ആണെന്ന് അറിയാം. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു വരയിലെ ഒരു ചരിഞ്ഞ വര ജസ്റ്റ് ഒന്ന് മുട്ടിയാൽ, എടാ ഒരു വര വരച്ചിട്ട് അവിടേക്ക് ഒരു ചരിഞ്ഞ വര ജസ്റ്റ് വന്ന് മുട്ടി, താഴോട്ട് വരച്ചില്ല, ജസ്റ്റ് വന്ന് മുട്ടുമ്പോൾ അവിടെ 2 കോണുകൾ രൂപപ്പെടത്തില്ലേ? ആ 2 കോണുകളെ രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ എന്നാണ് പറയുന്നത്. അത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കുമെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളൂ, ഇത് 70 ആണെങ്കിൽ ഇത് 110 ഡിഗ്രി ആയിരിക്കും. കാരണം രണ്ടുകൂടെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് 180 ഡിഗ്രി വരണം. ഇത് 70 ആണെങ്കിൽ ഇതും 110 തന്നെ ആയിരിക്കും. കണ്ടോ, 110 കേട്ടോ. ഒന്നിടവിട്ട കോണുകൾ തുല്യമല്ലേ? അങ്ങനെ വരത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. എടാ മക്കളെ താണ്ടാ നോക്കിക്കോ, അടുത്ത പോയിന്റ് പിടിച്ചോ. എടാ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ എതിർകോണ് ഇത് 70 ആയിരിക്കും, അകത്തുള്ള 70 ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ രൂപപ്പെടുന്ന 4 കോണുകളിലെ എതിർകോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഈ കോൺ 70 ഡിഗ്രി ആണെങ്കിൽ ഈ കോണും 70 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ നമ്മൾ കാര്യത്തിലേക്ക് അടുക്കുന്നു. ഇവിടെ അകത്തെ ആ ഏറ്റവും മുകളിൽ കിടക്കുന്ന ത്രികോണം താണ്ടെ ഇങ്ങനെയാ. അവിടെ ചോദ്യകർത്താവ് ആദ്യമേ പറഞ്ഞു ഈ കോൺ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഈ കോൺ 70 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കോൺ എത്ര ആയിരിക്കും? എടാ ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂടെ കൂട്ടിയ 180 ഡിഗ്രി അല്ലേ?
ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. അതിലെ 2 കോണുകൾ 30 70 അല്ലേ? 30 70 കൂടെ കൂട്ടിയാൽ 100 ആയില്ലേ? അപ്പൊ 100ന്റെ ബാക്കി ഇനി ഒരു 80 അല്ലേ ഉള്ളു പെൻഡിങ്. ആ 80 എടുത്ത് അവിടെ തട്ടിക്കൂ, സംഭവം കഴിഞ്ഞു. അപ്പൊ 80 ഡിഗ്രിയാണ് ആൻസർ. ഇത്ര ഉള്ളായിരുന്നു പരിപാടി. ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ സമാന്തര രേഖകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമായിരുന്നു. സോ SCERT പാഠപുസ്തകങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. നമ്മൾ SCERT ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. SCERT ചലഞ്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മാത്സിലെ ഓരോ ചാപ്റ്ററുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഉദ്യമം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം അവിടുന്ന് പഠിക്കുന്നതാണ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തതേത് എന്നാണ് ചോദ്യം. എടാ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട്. ഒരു മട്ടത്രികോണത്തിലെ 3 വശങ്ങളുണ്ട്. എടാ മക്കളെ, ഒരു മട്ടത്രികോണത്തിലെ 3 വശങ്ങളുണ്ടാ. ഏറ്റവും നീളം കൂടിയ വശത്തിനെ പറയുന്ന പേര് കർണം. എന്താണ് മട്ടത്രികോണം? എന്താണ് മട്ടത്രികോണം? എടാ, മട്ടത്രികോണം എന്ന് പറഞ്ഞാല് ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ ആ ത്രികോണത്തിന് പറയുന്ന പേരാണ് മട്ടത്രികോണം. ഒരു ത്രികോണത്തിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ ആ ത്രികോണത്തിന് പറയുന്ന പേര് മട്ടത്രികോണം. അത് ഏത് ത്രികോണമെങ്കിലും ആയിക്കോട്ടെ, ഒരു കോൺ 90 ഡിഗ്രി ആണോ ആണെങ്കിൽ അതിനെ പറയുന്ന പേര് മട്ടത്രികോണം. ഒരു മട്ടത്രികോണത്തിന്റെ ഏറ്റവും നീളം കൂടിയ വശത്തിനെ പറയുന്ന പേര് കർണം. ഏറ്റവും നീളം കൂടിയ വശം കർണമാണ്. അത് എല്ലായ്പ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു മട്ടത്രികോണത്തിന്റെ ഏറ്റവും നീളം കൂടിയ വശം കർണമാണെന്നും അതെല്ലായ്പ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ബാക്കിയുള്ള 2 വശങ്ങൾ പാദം ലംബം ആണ്. മട്ടത്രികോണം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പൈതഗോറസ് തിയറം ആണ്. മട്ടത്രികോണം എന്ന് കേൾക്കുമ്പോഴേ പൈതഗോറസ് തിയറം വരും. മട്ടത്രികോണം എന്ന് കേൾക്കുമ്പോഴേ പൈതഗോറസ് തിയറം വരും. പൈതഗോറസ് തിയറം പറയുന്നു കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം പറയുന്നു കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതാണ് പൈതഗോറസ് തിയറം. അതായത് ഏറ്റവും നീളം കൂടിയ വശത്തിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബാക്കിയുള്ള ചെറിയ 2 വശങ്ങളുടെ സ്ക്വയേഴ്സിന്റെ സമ്മ്. എടാ, ഏതൊരു മട്ടത്രികോണത്തിന്റെയും ചെറിയ 2 വശങ്ങളുടെ തുക എടുക്കുമ്പോൾ വലിയ വശത്തിന്റെ സ്ക്വയർ കിട്ടണം. ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയേഴ്സിന്റെ സം എടുക്കുമ്പോൾ, വർഗത്തിന്റെ തുക എടുക്കുമ്പോൾ വലിയ വശത്തിന്റെ വർഗം കിട്ടുവാണെങ്കിൽ നമ്മൾ പറയും പൈതഗോറസ് തിയറം അംഗീകരിച്ചു. പൈതഗോറസ് തിയറം അംഗീകരിക്കുന്ന 3 സംഖ്യകൾ. എടാ, പൈതഗോറസ് തിയറം അംഗീകരിക്കുന്ന 3 സംഖ്യകളെ പറയുന്ന പേര് പൈതഗോറിയൻ ത്രയം, പൈതഗോറിയൻ ട്രിപ്ലറ്റ്. പൈതഗോറസ് തിയറം അംഗീകരിക്കുന്ന 3 സംഖ്യകളെ പറയുന്ന പേര് പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലെങ്കിൽ പൈതഗോറിയൻ ത്രയം എന്ന് പറയും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം 3 അംശബന്ധം 4 അംശബന്ധം 5 ആണെങ്കിൽ അത് മട്ടത്രികോണമായിരിക്കും. സംശയമുണ്ടോ? കർണം 5 അല്ലേ? എടാ, കർണം 5 അല്ലേ? 5ന്റെ സ്ക്വയർ 25 അല്ലേ? പാദം 3 ആയിട്ട് പരിഗണിക്ക്, 3ന്റെ സ്ക്വയർ 9. ലംബം 4, 4ന്റെ സ്ക്വയർ 16. 16 9 കൂടെ കൂട്ടിയാൽ 25 വന്നില്ലേ? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് പൈതഗോറിയൻ ത്രയം അല്ലേ? അങ്ങനെയാണെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചു. ഒരു മാർക്ക് ഇപ്പൊ ഉറപ്പിച്ചു. ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം 3 അംശബന്ധം 4 അംശബന്ധം 5 ആണെങ്കിൽ അത് ഏത് ത്രികോണമാണെങ്കിലും കുഴപ്പമില്ല, അത് മട്ടത്രികോണമായിരിക്കും. അതായത് എഴുതി വെച്ചു ഏതൊരു ത്രികോണത്തിന്റെയും വശങ്ങളുടെ അംശബന്ധം 3 അംശബന്ധം 4 അംശബന്ധം 5 ആണെങ്കിൽ അത് മട്ടത്രികോണമായിരിക്കും. കാരണം പൈതഗോറസ് തിയറം അംഗീകരിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ
3 4 5 ഓക്കെയാണ്. അത് പൈതഗോറിയൻ ട്രിപ്ലറ്റ്. 3 2 6 4 2 8 I 2 10 ഓക്കെയാ. 3 3 9 4 3 12 I 3 15 ഓക്കെയാ. 3 4 12 4 16 I 4 20. ഇതെല്ലാം ഈ 6 8 10ന്റെ അംശബന്ധം എടുത്താൽ 3 4 5 വരും. 9 12 15ന്റെ അംശബന്ധം എടുത്താലും 3 4 5 വരും. 12 16 20ന്റെ അംശബന്ധം എടുത്താലും 3 4 5 വരും. അല്ലെങ്കിൽ 3 5 15 4 5 20 5 5 25. കണ്ടോ? ഇത്തരം ഓരോ ഗ്രൂപ്പിൻ്റെയും അംശബന്ധം എടുക്കുമ്പോൾ 3 അംശബന്ധം 4 അംശബന്ധം 5 വരുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്, പൈതഗോറിയൻ ത്രയങ്ങളാണെന്ന് പറയാം. സോ 12 16 20 ഒക്കെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. 1 2 5 അല്ല. കാരണം 5ന്റെ സ്ക്വയർ 25 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 1ന്റെ സ്ക്വയർ 1 ആണ്. 4 1 കൂടെ കൂട്ടിയാൽ 5 വരത്തുള്ളൂ, 25 വരത്തില്ല. അപ്പോൾ കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം പറയാം അത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണെന്ന് പറയാം. സൈഡിൽ എഴുതി വെക്കുക. ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം 3 അംശബന്ധം 4 അംശബന്ധം 5 ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മട്ടത്രികോണം ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ചോദ്യം ഇതാണ്: ABCD എന്ന് പറയുന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പടം അവർ തന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചു മാറിയ ഒരു ചോദ്യമാണ്. ഒരു സമചതുരം നിങ്ങൾ കണ്ടോ? താഴത്തത് അതിനകത്ത് പുതിയ സമചതുരം വരച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? അതും കണ്ടു. ആ പുതിയ സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ സമചതുരത്തിന്റെ വികർണം ഒരു വശമായി വരുന്ന രീതിയിലാണ് പുതിയ സമചതുരം വരച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ PSC പഠിച്ചു തുടങ്ങുമ്പോഴേ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട 6 ജോമെട്രി ചോദ്യങ്ങൾ പഠിക്കാറുണ്ട്. അതിൽ രണ്ടാമത്തെ ചോദ്യമാണ്. അതിൽ 6ഉം പറയാനുള്ള സമയമില്ല. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണിത്. ഒരു സമചതുരത്തിന്റെ വികർണം ഒരു വശമായി വരുന്ന രീതിയിൽ പുതിയ സമചതുരം വരച്ചാല് ആ പുതിയ സമചതുരത്തിന്റെ പരപ്പളവെന്ന് പറഞ്ഞാല് ആദ്യത്തേതിന്റെ ഡബിൾ അല്ലെങ്കിൽ ഇരട്ടി ആയിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോരുത്. ഒന്നും കൂടെ പറയുന്നു. ഒരു സമചതുരത്തിന്റെ വികർണം ഒരു വശമായി വരുന്ന രീതിയിൽ പുതിയ സമചതുരം വരച്ചാല് ആ പുതിയ സമചതുരത്തിന്റെ പരപ്പളവ് ആദ്യത്തേതിന്റെ ഇരട്ടി ആയിരിക്കും. ആദ്യത്തെ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണോ അതിന്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ സമചതുരത്തിന്റെ സൈഡ്, ഇവിടെ മക്കളെ ആദ്യത്തെ സമചതുരത്തിന്റെ സൈഡ് 2 സെന്റിമീറ്റർ അല്ലേ? ആണ്. അപ്പൊ അതിന്റെ ഏരിയ എത്ര ആയിരിക്കും? 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്ര? 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ആ ചെറിയ സമചതുരം ഉണ്ടല്ലോ, ആ ചെറിയ സമചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറഞ്ഞാല് 4 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് മനസ്സിലായി. കാരണം സൈഡ് 2 ആണ്. സൈഡ് 2 ആയതുകൊണ്ട് ഏരിയ 4 ആയിരിക്കും. കാരണം ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ A² ആണ്. സൈഡിന്റെ സ്ക്വയർ എടുക്കുക എന്നുള്ളതാണ് ഐഡിയ. അപ്പൊ ചെറിയ സമചതുരത്തിന്റെ സൈഡ് 2 സെന്റിമീറ്റർ ആയതുകൊണ്ട് അതിന്റെ ഏരിയ 4 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും ഒരു സമചതുരത്തിന്റെ വികർണം ഒരു വശമായി വരുന്ന രീതിയിൽ പുതിയ ഒരു സമചതുരം വരച്ചപ്പോൾ ആ പുതിയ സമചതുരത്തിന്റെ ഏരിയ ആദ്യത്തെ സമചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്ര ആണോ അതിന്റെ ഡബിൾ, ഇരട്ടി. അപ്പൊ 4ന്റെ ഇരട്ടി എത്ര? 4ന്റെ ഇരട്ടി 8 ആണ്. 4ന്റെ സ്ക്വയർ അല്ല, 4ന്റെ ഇരട്ടി. ഇരട്ടി എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരച്ച പുതിയ സമചതുരത്തിന്റെ ഏരിയ 8 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് മനസ്സിലായി. ആ പുതിയ സമചതുരത്തിന്റെ സൈഡ് എത്ര എന്നാണ് ചോദിച്ചത്. ആ പുതിയ സമചതുരത്തിന്റെ സൈഡ് എത്ര എന്നാണ് ചോദ്യം. ആ പുതിയ സമചതുരം ഉണ്ടല്ലോ അതിന്റെ സൈഡ് എത്ര എന്നാണ് ചോദിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പുതിയ സമചതുരത്തിന്റെ ഏരിയ 8 അല്ലേ? 8. അതായത് A² വില 8 ആണെന്ന് മനസ്സിലായി. സോ A ഈസ് ഈക്വൽ ടു √8. √8 എന്ന് പറയുന്ന ഒരു നമ്പർ ഇതിനകത്തില്ല. അപ്പൊ √8 വേണമെങ്കിൽ നമുക്ക് 4 × 2 എന്ന് എഴുതിക്കൂടെ? 8നെ 4 × 2 എന്ന് എഴുതാം. 4ന്റെ റൂട്ട് 2 ആണ്.
2ന് റൂട്ടില്ല. അപ്പം 2√2 എന്ന് പറഞ്ഞാൽ മതി. അതായത് ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. പക്ഷെ വേറൊരു രീതിയിലൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഈ കാര്യം ഞാൻ പറഞ്ഞത് ഒരിക്കലും മറന്നു പോകരുത്. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു സമചതുരത്തിന്റെ വികർണം ഒരു വശമായി വരുന്ന രീതിയിൽ പുതിയ ഒരു സമചതുരം നിർമ്മിച്ചാൽ ആദ്യത്തെ സമചതുരത്തിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കും പുതിയ സമചതുരത്തിന്റെ ഏരിയ. ആദ്യത്തെ സമചതുരത്തിന്റെ ഏരിയ 4 ആയതുകൊണ്ട് പുതിയ സമചതുരത്തിന്റെ ഏരിയ 4ന്റെ ഇരട്ടി 8 ആയിരിക്കും. ആ പുതിയ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. സോ പുതിയ സമചതുരത്തിന്റെ ഏരിയ 8 ആണ്. എ സ്ക്വയറിന്റെ വില 8 ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു √8. √8 എന്ന് പറഞ്ഞാൽ 8ന് നമുക്ക് 4 × 2 എന്ന് എഴുതാം. 4ന്റെ റൂട്ട് 2 ആണ്. സോ ഉത്തരം 2√2 എന്നെഴുതി അവസാനിപ്പിക്കുക. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പം അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു 3-4 ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുകയാണ്. സോ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളുമായി ചേർന്ന് നിന്ന് പഠിച്ചുകൊണ്ട് പരീക്ഷ പോയി എഴുതി നല്ല അടിപൊളി മാർക്കുമായിട്ട് അവർ ഇറങ്ങി വന്നായിരുന്നു. സോ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒരു ലോങ് ടൈം ബാച്ചിലേക്ക് നമ്മൾ ആ ഒരു മിഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികളെ അവരുടെ സമയം അനുസരിച്ചുകൊണ്ട് അവരുടെ സമയത്തിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ സിലബസ് പൂർത്തീകരിക്കുകയും എക്സാം എഴുതിപ്പിക്കുകയും അതേപോലെ അവർക്ക് അനുയോജ്യമായ സമയങ്ങളിലെ പഠനം കേന്ദ്രീകരിക്കുവാൻ വേണ്ടി നമ്മളൊരു ലോങ് ടൈം ബാച്ച് ഓപ്പൺ ചെയ്യുവാണ്. അതായത് കേരള PS നടത്തുന്ന എല്ലാ ഡ്രൈവർ പരീക്ഷകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു ലോങ് ടൈം ബാച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു മിഷനാണത്. പരമാവധി ഉദ്യോഗാർത്ഥികളെ സർക്കാർ സേവനങ്ങളിലേക്ക് എത്തിക്കുക, സർക്കാർ ജീവനക്കാരാക്കുക, നിങ്ങളുടെ ദൗത്യം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മളും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. സോ ഡ്രൈവർ പരീക്ഷയുടെ കേരള PS നടത്തുന്ന ഏതൊരു ഡ്രൈവർ പരീക്ഷയുടെയും ഒരു ലോങ് ടൈം ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി 8089200474 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഒരുപാട് റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്ന ഒരു ബാച്ചിലേക്കാണ്, വലിയൊരു ദൗത്യമാണ്. സോ ആ ഒരു മിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാൻ വേണ്ടി ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ എക്സൈസ് ഡ്രൈവർ കാസർഗോഡ് ജില്ലയുടെയും അതുപോലെ തന്നെ NCC ഡ്രൈവർ കണ്ണൂർ ജില്ലയുടെയൊക്കെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച സമയത്ത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 1ാം റാങ്ക് ഉൾപ്പെടെയാണ് നമ്മൾ നേടിയെടുത്തത്. അതുപോലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, അതേപോലെ ഹൈക്കോർട്ടിലേക്കുള്ള ചോഫർ ഗ്രേഡ് 2 പരീക്ഷകളുടെയൊക്കെ റാങ്ക് ലിസ്റ്റുകൾ, എക്സൈസ് ഡ്രൈവർ കോഴിക്കോട് ഇത്തരം പരീക്ഷകളുടെയൊക്കെ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ CCയോട് ചേർന്ന് നിന്നുകൊണ്ട് CCയിലെ ഉദ്യോഗാർത്ഥികളാണ് ആദ്യ റാങ്കുകളിലേക്ക് വന്നത്. സോ ആ ഒരു മിഷൻ, ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും നിങ്ങൾക്കും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഭേദപ്പെട്ട റിസൾട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നിങ്ങളുടെ പേരുകളുണ്ടാവും. 2026-2027 വർഷങ്ങളിൽ നിങ്ങളൊരു സർക്കാർ മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ ജോലിക്കിടയിലെ ചെറിയ സമയങ്ങൾ മാറ്റിവെക്കുക. സോ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. പുതിയ ബാച്ചിലേക്കാണ്. ആ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, 8089200474 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ റാങ്കിലേക്ക് കൂടെയുണ്ട് CC. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം മക്കളെ. ടേക്ക് കെയർ.